2019 ഒക്ടോബർ 5-ന് സാംസങ് പുറത്തിറക്കിയ A20s എന്ന ഈ സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇറക്കിയ ആ ഫോണ് ഇപ്പോൾ എടുത്ത് റിവ്യൂ ചെയ്യുന്നുണ്ടല്ലോ. താങ്ക് യു. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്കും താങ്ക് യു. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബോഡിയിലും തുടങ്ങാം. തുടങ്ങിക്കോ. പക്ഷേ കുറ്റം പറയരുത് ദയവേത്. ഇതിലൊക്കെ പൊക്കി പറഞ്ഞോണ്ടി. കുറ്റം പറയരുത് കേട്ടോ. കുറ്റം പറയരുത്. ഒപ്പിച്ച് പോവാണ്. 183 ഗ്രാമാണ് കമ്പനി ഇതിന് പറയുന്ന ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ റെഡിക്ക് തുലാസ് വെച്ച് തൂക്കി നോക്കേണ്ട സമയത്ത് നമുക്ക് കാണാൻ പറ്റിയ കാഴ്ച ഇതാണ്. കമ്പനി പറയുന്നതും ഒറിജിനലായിട്ട് നമ്മൾ തൂക്കി നോക്കിയ സമയത്ത് ഇത്രയധികം മാറ്റം കാണിക്കുന്നുണ്ട്. സോ എന്താണെന്ന് എനിക്കറിയില്ല. അത് പിന്നെ ഞങ്ങൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞ സാധനമാണെങ്കിൽ പിന്നെ എല്ലാവരും എടുക്കൂലേ, അത് എഴുതി കൊടുത്തതാണ്. പക്ഷെ ഇത്ര ചെറിയ നിൻ്റെ കയ്യിൽ വരെ തുലാസോ, അതിപ്പോൾ അതിന് ഇനി ഞങ്ങൾ നിൽക്കില്ല. സോറി. ഇതിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് ഒന്നും കൊടുത്തിട്ടില്ല. ഫ്രെയിമും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആണ്. പിന്നീട് ഇതിൽ സിം ഇടുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് 2 നാനോ സിമ്മും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡും ഒരേ സമയം ഇടാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഡിസ്പ്ലേയിലാണ് എനിക്ക് ഇച്ചിരി കൂടി ഒരു കുറവ് തോന്നിയത്. കാരണം 6.5 ഇഞ്ചിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫുൾ HD കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ AMOLED സ്ക്രീനോ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ വിലക്ക് അവർക്ക് ഒരു ഫുൾ HD എങ്കിലും കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നിപ്പോയി. സോ അവരെന്ത് കൊടുക്കാത്തതെന്ന് വേണ്ടിയില്ല. എങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ രീതിക്കുള്ള പ്രശ്നമോ അല്ലെങ്കിൽ വലിയ ഇഷ്യൂസ് ഒന്നും തോന്നുന്നൊന്നുമില്ല. അന്നേ ഡിസ്പ്ലേ ഒന്നും നോക്കൂലേനു. അന്ന് കുറച്ച് ക്യാമറയും അതൊക്കെ നോക്കും. ഡിസ്പ്ലേ ഒന്നും നോക്കൂലേനു. ഇപ്പോഴല്ലേ കാലം മാറിയത്. ഇപ്പോൾ എന്ത് സാധനം കൊടുക്കാൻ പറ്റില്ല, ഒക്കെ ബ്രാൻഡാക്കി മാറ്റണം. ചെറിയൊരു കുറവുണ്ടെങ്കിൽ അത് യൂട്യൂബേഴ്സ് എടുത്ത് കണ്ട് പൊക്കി പറയും. പിന്നെ നമ്മുടെ ഫോൺ ആരും വാങ്ങൂല. ഇപ്പോൾ ഞങ്ങളുടെ ഫോണൊക്കെ അടിപൊളിയാണ്. 2019 ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് ആൻഡ്രോയിഡിൻ്റെ 9 പൈയിലായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അപ്ഡേറ്റ്സ് വന്ന് ലേറ്റസ്റ്റ് അല്ലാത്ത ഒരു കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡിൻ്റെ 11 അപ്ഡേറ്റ്സ് വരെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. സോ അടിപൊളിയാണ്. ഇനി One UI 3.1 സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് OS ആയിട്ടുള്ള One UI 3.1 കൊടുത്തിട്ടുണ്ട്. അതൊരു അടിപൊളി ഫീച്ചറാണ്. അതാണ് പവർ. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഘടകം പ്രൊസസ്സറിലോട്ട് വരുമ്പോൾ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 450 ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഗെയിമിങ്ങിന് വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 450 പറ്റൂല കേസ്. ഗെയിമിങ്ങിന് വേണ്ടി നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും വാങ്ങരുത്. കാരണം ഇത് ഗെയിമിങ്ങിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട സാധനമല്ല. പിന്നെ ഞാൻ 2GB സൈസൊക്കെ വരുന്ന Asphalt 9 എന്ന ഗെയിം ഇതിന് കളിച്ചു നോക്കി. ഇന്നലെ ഞാൻ കളിച്ചു നോക്കി. സോ ഗെയിമിന് വലിയ ഇഷ്യൂസൊന്നുമില്ല. ഗെയിമിങ് കളിച്ചു നോക്കിയ സമയത്ത് വലിയ ഇഷ്യൂസൊന്നുമില്ല. ഈ PUBG ഫ്രീ ഫയർ പോലത്തെ ഹൈ ഗ്രാഫിക്സ് ഗെയിമൊക്കെ കളിച്ച് നോക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഐറ്റം എടുക്കരുത്. പിന്നെ കുറേ പേര് നോക്കി നിൽക്കുന്ന സാധനമായിരിക്കും ഇതിൻ്റെ ക്യാമറയിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് 3 ക്യാമറയാണ് കിട്ടുന്നത്. 13 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ്, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, 5 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത്ത്, പിന്നെ ഒരു LED ഫ്ലാഷും. സോ ക്യാമറയുടെ എണ്ണത്തിലൊക്കെ ആൾ പൊളിയാണ്. ഇനി നിങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് കണ്ടു നോക്ക്. ഇതാണ് വൈഡ്, ഇത് അൾട്രാ വൈഡ്, ഇത് ഡെപ്ത്ത്. ക്യാമറ അത്യാവശ്യം ക്വാളിറ്റിക്ക് ഉണ്ട്. ഇനി ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോയിൽ നമുക്ക് വൈഡും അൾട്രാ വൈഡും കിട്ടുന്നുണ്ട്. ഞാൻ വീഡിയോ വൈഡിൽ എടുക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഓഡിയോ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഇപ്പോൾ നടക്കുകയാണ്. ഇത്രമാത്രം ഷെയ്ക്ക് ഉണ്ട്, ഇത്രമാത്രം ക്വാളിറ്റി ഉണ്ടൊക്കെ എനിക്ക് നോക്കി മനസ്സിലാക്കാം. ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് അൾട്രാ വൈഡാണ്. എനിക്ക് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ക്വാളിറ്റി തോന്നുന്നത് അൾട്രാ വൈഡാണ് എനിക്ക് തോന്നുന്നു. അൾട്രാ വൈഡ് അടിപൊളിയാണ്. വൈഡിനേക്കാൾ കുറച്ചുകൂടെ ക്ലാരിറ്റി തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. നമ്മൾ നടക്കുകയാണ്. ഓക്കെ. ഫ്രണ്ട് ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 180p 30 FPS നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വീഡിയോ കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ ഇത്തിരി ക്വാളിറ്റി കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, സെൽഫി ഇത്തിരി ക്വാളിറ്റി കുറവാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. വീഡിയോ ക്വാളിറ്റി audio quality ഇനി ഇതിൻ്റെ ബാറ്ററി സൈഡിലോട്ട് വരുന്ന സമയത്ത് USB-യിൽ നിന്ന് മാറി Type-Cയിലോട്ട് മാറിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു അഡ്വഞ്ചർ ഫീച്ചറാണ്. 4.5 mAh ബാറ്ററി ഉണ്ട്.
15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരെ സപ്പോർട്ടാവും. അപ്പോൾ ബാറ്ററി ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി നല്ല രീതിക്ക് നിൽക്കുന്നൊക്കെ ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. സോ ബാറ്ററി നോക്കുന്ന സമയത്ത് അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ സെൻസർ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് കിട്ടുന്നുണ്ട്, ഫേസ് ലോക്ക് സംവിധാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്പീഡ്. ഇത്രയും സ്പീഡ് കിട്ടുന്നുണ്ട്, ഫിംഗർ പ്രിൻറ്റ് കുഴപ്പമില്ല. ഇനി ഫേസ് ലോക്കും അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ ഉണ്ട്, അടിപൊളി. സാംസങ്ങിൻ്റെ A20s എന്ന മോഡൽ നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇത്രേ എന്നെ കൊണ്ട് കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ ഏതാണെന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, വെറുതെ രസത്തിന് വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. ബൈ.